ESI ഹോസ്പിറ്റൽ ഉദ്യോഗമണ്ഡലിന്റെ സേവന ചരിത്രത്തിന്റെ 2ാം അധ്യായം തുറന്നുകൊണ്ട് 2009 ഈ ആശുപത്രി കോർപ്പറേഷൻ ഏറ്റെടുത്തു. തുടർന്ന് കാലാനുസൃതമായ പല മാറ്റങ്ങളും കടന്നു വന്നു. ഉയർച്ചയുടെ പടവുകൾ കയറി നമ്മുടെ സ്ഥാപനം മുന്നോട്ട് സഞ്ചരിച്ചു. ജീവനക്കാരുടെ കൂട്ടായ്മയ്ക്കായി റിക്രിയേഷൻ ക്ലബ്ബ് രൂപീകരിക്കപ്പെട്ടു. 2019 റിക്രിയേഷൻ ക്ലബിന്റെ നേതൃത്വത്തിൽ ജീവനക്കാരിലെ കലാകായിക പ്രതിഭകൾക്ക് മാറ്റുരയ്ക്കാൻ അവസരം സൃഷ്ടിക്കപ്പെട്ടുവെങ്കിലും സാഹചര്യങ്ങളിലെ പരിമിതികൾ കൊണ്ട് അവസാന ലക്ഷ്യം എത്തിപ്പിടിക്കാനായില്ല. ദശാബ്ദങ്ങൾ നീണ്ട ആ കാത്തിരിപ്പിന് വിരാമമാവുകയാണ്. വരണ്ടുണങ്ങി വിണ്ടുകീറിയ മണ്ണിൽ പുതുമഴ പെയ്യും പോലെ, മഴ കാത്തു മാനത്തേക്ക് കണ്ണു നട്ടിരിക്കുന്ന മലമുഴക്കി വേഴാമ്പലിന്റെ കൊക്കിലേക്ക് ആദ്യ മഴത്തുള്ളി വീഴും പോലെ ഒരു കുളിർ മഴയായി ഈ ഹോസ്പിറ്റലിന്റെ ചരിത്രത്തിൽ ആദ്യമായി പുതുചരിത്രം കുറിച്ചുകൊണ്ട് കൾച്ചറൽ ഫെസ്റ്റ് ആൻഡ് മീറ്റപ്പ്, ദ ഡെബ്യൂട്ട് ഹോസ്പിറ്റൽ ഡേ വേർ ഹീലിംഗ് മീറ്റ്സ് ഹാർമണി. ഹൃദ്യം 25. On the occasion of Hridyam 2025, I am delighted to extend my heartfelt greetings to all the staff, their family members, and everyone involved in this special celebration. Hridyam is not just a cultural event or a hospital day celebration. It's a wonderful opportunity to celebrate the unity, dedication, and hard work of our hospital family. It is a chance to come together, relax, and enjoy the bonds we share outside of our professional roles. Let's celebrate this day with joy, creativity, and a sense of belonging. Wishing you all a successful and memorable Hridyam 2025. Happy Hridyam 2025 to our incredible hospital family. This event is a perfect opportunity to celebrate the spirit of teamwork and commitment that defines our hospital, while also embracing the joy of family and togetherness. It's a day to showcase our talent, appreciate each other's contributions, and build stronger connections both personally and professionally. May this cultural event and family meetup filled with happiness, fun, and lasting memories. Best wishes to all for a wonderful Hridyam 2025. നമസ്കാരം. ഹൃദ്യം 2025 1971 മുതൽ ചരിത്രമുള്ള ഉദ്യോഗമണ്ഡൽ ESI ആശുപത്രിയുടെ ചരിത്രത്തിൽ ഇത്തരമൊരു പരിപാടി നടന്നതായി ആർക്കും ഓർമ്മയില്ല, അല്ലെങ്കിൽ അറിവില്ല. പ്രായഭേദമന്യേ ഈ ആശുപത്രിയിലെ ജീവനക്കാർ ഏറ്റെടുത്ത ഒരു കലാകായികമാണ്. അത് ഒരു യുവജനോത്സവത്തിന്റെ ആത്മഹർഷത്തോടെ തന്നെയാണ് ഈ ഒരു പരിപാടിയിൽ എല്ലാവരും പങ്കെടുത്തത്. അതിന് സമാപനം കുറിച്ചുകൊണ്ട് ജനുവരി 11 ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണി മുതൽ ഏലൂർ ടൗൺ ഹാളിൽ നാം വീണ്ടും ഒത്തുചേരുന്നു. ഒരുപാട് കലാപ്രകടനങ്ങൾ അവിടെയും നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മുടെ ഉദ്യോഗമണ്ഡല ആശുപത്രിയിൽ ഇത്രയും അധികം പ്രതിഭാസമ്പന്നമായ ഒരു ജനതതി ഉണ്ട് എന്നുള്ളത് തികച്ചും അഭിമാനകരമായ വസ്തുതയാണ്. ഇത് സംഘടിപ്പിച്ച ഉദ്യോഗമണ്ഡല ESI ആശുപത്രിയിലെ റിക്രിയേഷൻ ക്ലബ്ബ് ഭാരവാഹികൾക്ക് എന്റെ അഭിനന്ദനങ്ങൾ. ഹൃദ്യം 25 ജനുവരി 11
മെഗാ പരിപാടിക്ക് എല്ലാ ആശംസകളും നേരുന്നു. നന്ദി. രണ്ടായിരത്തി 2018 റിക്രിയേഷൻ ക്ലബിൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ട സമയത്ത് മനസ്സിലുദിച്ച ഒരു ആശയമായിരുന്നു ഹോസ്പിറ്റൽ ഡേ സെലിബ്രേഷൻ എന്നുള്ളത്. ആ വർഷം തന്നെ അതിതീവ്രമായി അതിനുള്ള പരിശ്രമങ്ങൾ നടത്തിയെങ്കിലും കോവിഡും പ്രളയവുമെല്ലാം അതിനൊരു വിലങ്ങുതടിയായി വന്നു. ആ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടണം എന്ന് മനസ്സിൽ ഉറച്ചു വിശ്വസിച്ചതുകൊണ്ടാവാം 2024 വീണ്ടും 20ഓളം കർമ്മനിരതരായ ഭടന്മാർക്ക് തലവനായി RC സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. ഹോസ്പിറ്റൽ ഡേ സെലിബ്രേഷൻ എന്നുള്ള ആശയം മുന്നോട്ട് വെച്ച സമയത്ത് തന്നെ ഓരോ ജീവനക്കാരും ഔദ്യോഗിക ജീവിതം തടസ്സപ്പെടുത്താതെ, ഔദ്യോഗിക ദൗത്യ നിർവഹണം തടസ്സപ്പെടുത്താതെ നമ്മുടെ പ്രോഗ്രാമുമായി സഹകരിച്ചു വന്നു. 2 മാസക്കാലമായി ഈ ഹോസ്പിറ്റലിൽ നടന്ന കലാകായിക മാമാങ്കത്തിന് അഹോരാത്രം തന്നെ പരിശ്രമിച്ചു. 2025 ജനുവരി 11 ഹൃദ്യം എന്ന പേരിൽ നമ്മുടെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടാൻ പോവുകയാണ്. ആ സമയത്ത് ESIC ഹോസ്പിറ്റൽ ഉദ്യോഗ മണ്ഡലിൻ്റെ ചരിത്രത്താളുകളിൽ തങ്കലിപികളാൽ ആലേഖനം ചെയ്യപ്പെടുന്ന ഒരു മുഹൂർത്തമാണ് നടക്കാൻ പോകുന്നത്. അത് അവിസ്മരണീയമാക്കേണ്ടത് നാം ഏവരുടെയും ഉത്തരവാദിത്തമാണ്. എന്നെന്നും ഓർത്തെടുക്കാവുന്ന നല്ല നിമിഷങ്ങൾ ഒരുക്കാൻ നിങ്ങളേവരെയും ഹൃദ്യം 2025 അഭിമാനത്തോടെ സ്വാഗതം ചെയ്യട്ടെ. ജയ് ഹൃദ്യം. ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്താണ് ഉദ്യോഗമണ്ഡൽ ഹോസ്പിറ്റലിലെ റിക്രിയേഷൻ ക്ലബ് യൂണിറ്റിൽ ഒരു എക്സിക്യൂട്ടീവ് ആവാൻ സാധിച്ചത്. തുടക്കം മുതലേ തന്നെ നമുക്കൊപ്പം നിൽക്കുന്ന ഒരു കൂട്ടം കൂട്ടുകാർ നമുക്കൊപ്പം ഉണ്ടായി. എന്ത് തീരുമാനങ്ങൾ എടുത്താലും അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കൂട്ടം ജനത. ഞങ്ങൾ എടുത്ത ഏത് നല്ല തീരുമാനങ്ങളെയും അതിനെ എല്ലാ വിധത്തിലും സപ്പോർട്ട് ചെയ്യുകയും വേണ്ട മാർഗനിർദ്ദേശങ്ങൾ തരികയും ചെയ്യുന്ന നമ്മുടെ മേലധികാരികൾ. ഏത് തീരുമാനവും നമ്മുടെ സഹപ്രവർത്തകരോട് പറയുമ്പോൾ ഒരുമിച്ച് നിൽക്കുന്ന ഒരു കൂട്ടം ആളുകൾ. നവംബർ ആദ്യവാരം മുതൽ നമ്മൾ തുടങ്ങിയ കലാകായിക മേളകൾ, ആ മേളകൾക്ക് ഒരു തിരശ്ശീല എന്ന നിലയ്ക്ക് നമ്മൾ ഹൃദ്യം എന്ന 2025 പ്രോഗ്രാം ഇവിടെ അരങ്ങേറുകയാണ്. നമ്മുടെ ജീവിതത്തിലെ എപ്പോഴും ഓർത്തു നിൽക്കാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമായി ഇത് മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതുവരെ നിങ്ങൾ ഓരോരുത്തരും തന്ന പ്രോത്സാഹനവും സപ്പോർട്ടും നമ്മൾ ഓർക്കുന്നു. തുടക്കം മുതൽ തന്നെ ഈ പ്രോഗ്രാം നിങ്ങൾ ഒരുമിച്ച് സഹകരിച്ച പോലെ തന്നെ ഈ പ്രോഗ്രാമിൻ്റെ അവസാനം വരെ നിങ്ങളെല്ലാവരും ഒരുമിച്ചുണ്ടാകുമെന്ന പ്രതീക്ഷയോടെ ഈ പ്രോഗ്രാമിലേക്ക് ഒരിക്കൽ കൂടെ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ പ്രോഗ്രാം ഒരു വലിയ വിജയമായി തീരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. ഏവർക്കും ഹൃദ്യം 2025 സ്വാഗതം. ഒരു വലിയ സ്വപ്നമാണ് പൂവണിയുന്നത്. ESI ഉദ്യോഗമണ്ഡല ചരിത്രത്തിലെ ആദ്യത്തെ ഹോസ്പിറ്റൽ ഡേ സെലിബ്രേഷൻ. അതിനെല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുണ്ട്. എല്ലാവരും വന്ന് ആഘോഷത്തോടെ പങ്കെടുക്കുകയാണ് ഇനി വേണ്ടത്. ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടായിട്ടുണ്ട്, തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ പരിപാടി ഇവിടം വരെ എത്തിക്കുന്നതിന്. പക്ഷെ അതിൽ ഒരു നിമിഷം പോലും ഈ കമ്മിറ്റിക്ക് യാതൊരു ക്ഷീണവും തോന്നിയിട്ടില്ല. അതെന്തുകൊണ്ടെന്നാൽ നിങ്ങൾ ഓരോരുത്തരുടെയും സ്വപ്നമാണ് ഈ പരിപാടി എന്നുള്ളത് ഈ കമ്മിറ്റിക്ക് നല്ല നിശ്ചയമുണ്ടായിരുന്നു. അതിനുവേണ്ടി എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുണ്ട്. നല്ലൊരു ഗസ്റ്റ് ഉണ്ട്, ഒരുപാട് പരിപാടികളുണ്ട്, ആട്ടമുണ്ട്, പാട്ടുണ്ട്, എല്ലാ ആഘോഷങ്ങളുമുണ്ട്. നിങ്ങൾ വരിക. നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിലാണ് ഹൃദ്യമുള്ളത്. ഹൃദ്യം 25 എല്ലാ എനർജിയോടും കൂടി നമുക്ക് അവിടെ കാണാം.